എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ്.ടി കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് 1 കപ്പ് പച്ചരിയും 1 ഉരുളക്കിഴങ്ങും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം 2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അടുത്ത് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നല്ലതുപോലെ വേവിച്ച് അതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിനെ പച്ചരിയും ഉരുളക്കിഴങ്ങും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ്. അപ്പോൾ ഇനി പച്ചരി എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ തരിയില്ലാതെ അരച്ചെടുക്കണം. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ ഇവിടെ പച്ചരി ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ തരി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനവിടെ മാവ് നല്ലതുപോലെ കലക്കിയതായി ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം മാവ് കലക്കിയെടുക്കാൻ, അധികം കട്ടിയായി പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാൻ ഇവിടെ എല്ലാം കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അടിയിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമേ വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം ഇതിനെ മൂടി വെച്ച് തീ കുറച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു സൈഡൊന്ന് നല്ലതുപോലെ വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കാരണം നല്ല പുറമൊക്കെ നല്ല മൊരിഞ്ഞതും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ ഇതിവിടെ 2 സൈഡും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം ചുട്ടെടുക്കണം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയല്ലേ, കാണാൻ ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതുമാത്രമല്ല കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.